അധികാരത്തിലിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പിടിക്കപ്പെടും എന്നുള്ള ഘട്ടത്തിലെത്തുമ്പോൾ അവരുമായി സന്ധി ചെയ്തുണ്ടാക്കുന്ന ഇവരുടെ കൂട്ടെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ നടപടികൾ, അതിന് മതനിരപേക്ഷ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിലുള്ള CPM നിലപാടുകൾക്കെതിരായി ചിന്തിച്ച ജനമാണ് കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കേരളത്തിൽ RSSും സംഘപരിവാറും പറയുന്നതിനേക്കാൾ വലിയ വർഗീയത വിളമ്പുന്ന നാക്കുകളായി കേരളത്തിലെ CPM നേതാക്കന്മാർ മാറുന്നുണ്ട്. അത് വിജയരാഘവൻ്റെ നാക്കാണെന്നുണ്ടെങ്കിലും, അത് MP ഗോവിന്ദൻ്റെ നാക്കാണെന്നുണ്ടെങ്കിലും, അത് CPM നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും പ്രാദേശിക നേതാക്കന്മാരുടെ നാവുകളാണെങ്കിലും അത്തരത്തിലൊരു വർഗീയ വിഷവിത്തുക്കൾ പാകി കേരളത്തിൽ അധികാരത്തിലേക്ക്, രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികാര രാഷ്ട്രീയം എന്നുള്ള ചിന്ത മാത്രമാണ് ഇന്ന് CPMനെ നയിക്കുന്നത്. ആശയപരമായി അവരെടുക്കേണ്ട സമീപനങ്ങളും കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ അവർ കൈക്കൊള്ളേണ്ട കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നടപടികളും എല്ലാം മറന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CPM ക്ഷയിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപകടകരമായിട്ടുള്ള സാഹചര്യം മറുഭാഗത്ത് സംഘപരിവാർ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. CPMന് എവിടെയെല്ലാം ക്ഷീണമുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം അടിയൊഴുക്കുകൾ എത്തിച്ചേർന്നത് BJPക്കാണ്. സ്വാഭാവികമായും അത്തരത്തിൽ CPMൻ്റെ ദുർബലമായ സാഹചര്യത്തെ മുതലെടുക്കുന്നത് BJP ആണ് എന്നുള്ള തിരിച്ചറിവ് CPMന് ഇല്ലാതെ പോകുന്നു എന്ന് മാത്രമല്ല, അവർ മനഃപൂർവ്വം അത് ഒഴിവാക്കി മാറുകയാണ്. ഇത് വലിയ അപകടകരമാണ്. അപ്പോൾ കൊച്ചി പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ 10 വർഷക്കാലത്തെ ഒരു ഭരണത്തിൻ്റെ നേട്ടങ്ങളോ 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി ചെയ്ത വികസന നേട്ടങ്ങളോ അവർക്ക് ചർച്ച ചെയ്യാനില്ലാത്തത് കൊണ്ട് അവർ മറുസ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും തിരിച്ച് ചർച്ച ചെയ്യാനിറങ്ങി. പക്ഷേ അതിനെ തുടക്കത്തിലെ തന്നെ കൊച്ചിയിലെ മതനിരപേക്ഷരായിട്ടുള്ള ജനങ്ങൾ അത് തുടക്കത്തിലെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുടെയും ഒരു പാർട്ടിയുടെയും വ്യാമോഹത്തെ തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതാക്കി. അത് അത്രയധികം മതനിരപേക്ഷരാണ് കൊച്ചിയിലെ ജനങ്ങൾ. എക്കാലത്തും ആ രീതിയിൽ ചിന്തിക്കുകയും രാജ്യത്തിൻ്റെ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏറ്റവും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് ഈ പശ്ചിമ കൊച്ചിയിലെ ജനസമൂഹം, പ്രത്യേകിച്ചും മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അവരെത്രത്തോളമാണ് അവരുടെ ഇടയിലേക്കാണ് ഈ രാഷ്ട്രീയ വിഷം കുത്തിവയ്ക്കാനുള്ള ശ്രമം ഇവർ നടത്തിയത്. അത് തുടക്കത്തിലെ തന്നെ അവരില്ലാതാക്കി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. അത് ഇനി BJP അല്ല, BJPയേക്കാൾ വലിയ നാവിൽ വർഗീയത വിളമ്പുന്ന CPMൻ്റെ നേതാക്കന്മാർ വന്നാലും ഈ നാട് അങ്ങനെയൊന്നും കുലുങ്ങുന്ന നാടല്ല. അത് അങ്ങനെയൊന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഈ CPMും അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ ശ്രമിച്ചാലും ഏത് വിഭാഗമാണോ അതിനകത്ത് പ്രതിനിധാനം ചെയ്യുന്നത് അവരൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ലല്ലോ, അവരങ്ങനെ പറയുന്ന ആളുകളുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് CPMനുള്ള ഒരു കൃത്യമായ മെസ്സേജ് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത്. ഞാൻ ആ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കാരണം നമുക്ക് താഴെ തലങ്ങളിൽ നിന്ന് കിട്ടുന്ന നമ്മൾക്ക് പ്രവർത്തകരും നാട്ടുകാരും നൽകുന്ന അഭിപ്രായം ഞാൻ പറഞ്ഞ അതേ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ തീർച്ചയായും ഇത് CPMൻ്റെ കണ്ണ് തുറപ്പിക്കട്ടെ, ഇടതുമുന്നണിയുടെ കണ്ണ് തുറപ്പിക്കട്ടെ. നേതാക്കന്മാർ, അത്തരത്തിലുള്ള നേതാക്കന്മാരെ തിരുത്താനെങ്കിലും CPM തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ആ സഭയെ കാണുന്നത്. കാരണം മുനമ്പത്തെ വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ അവരെടുത്ത തീരുമാനവും അവരുടെ അഭിപ്രായവും കേരളത്തിലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനമായിരുന്നു. സർക്കാർ കേരളത്തിലെ RSS സംഘപരിവാറിനും വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് ഈ മുനമ്പത്തെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയും ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളിലും ഒക്കെ CPM എടുത്ത സമീപനം പകൽ പോലെ വ്യക്തമല്ലേ? അവരെടുത്തത് ഇവിടെ ജനങ്ങൾ തമ്മിലടിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം റിഫ്റ്റ് ഉണ്ടാകണം, അവർ തമ്മിലടിക്കണം എന്ന് ബോധപൂർവം RSSും സംഘപരിവാറും എടുത്ത തീരുമാനത്തിന് അതിനേക്കാൾ അപ്പുറത്ത് കവച്ചുവെച്ച് തീരുമാനമെടുത്തത് ഒരു സർക്കാരാണ്, CPM ആണ്. അത് തുടക്കത്തിലെ തന്നെ ഇല്ലാതാക്കിയത് ലത്തീൻ സഭയാണ്. ഈ കേരളത്തിലെ ലത്തീൻ സഭയാണ് അതിനകത്ത് കൃത്യമായ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അവർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പിന്നീട് വന്നത്. ഈ വഖഫ് നിയമ ഭേദഗതി വന്നിട്ടും ഇത് ഒരിക്കലും ഈ ഭൂമി ഈ ആളുകൾക്ക് കിട്ടില്ല. പിന്നെ വർഷങ്ങളോളം നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടത്തിയാൽ പോലും ഇവർക്ക് ആ ഭൂമി കിട്ടാത്ത സാഹചര്യത്തിലേക്ക് മാറും എന്ന് കോട്ടപ്പുറം പിതാവ് പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് അത്തരത്തിലാണ് ഈ കാര്യങ്ങൾ. അത് സഭ എടുക്കുന്ന തീരുമാനം അത് മതനിരപേക്ഷ കേരളത്തെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരു തീരുമാനമാണ് എക്കാലത്തും സഭ കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനം തന്നെയാണ് സഭയുടെ തീരുമാനം. അങ്ങനെയൊന്നും ഒരു സഭയെയോ സഭാവിശ്വാസികളെയോ മോശമാക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അങ്ങനെ 3-4 CPM നേതാക്കന്മാർ കൂടി ഇതാണ് സഭയുടെ തീരുമാനം എന്നൊക്കെ പറയുന്നത് സഭാവിശ്വാസികൾ തന്നെ അതിനകത്ത് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ലത്തീൻ സഭ വളരെ സത്യസന്ധമായി സുതാര്യമായി നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടുകൾ പകൽ പോലെ വ്യക്തമാണ്, കേരളത്തിലെ എല്ലാവർക്കും അറിയുകയും ചെയ്യും.